ഹായ് ഫ്രണ്ട്സ്, പേരയില കൊണ്ട് ഒരു കിടിലൻ ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 10-15 പേരയില എടുത്തിട്ടുണ്ട്. അപ്പം പേരയിലയുടെ ഗുണങ്ങൾ അറിയാമല്ലോ. പേരയില നമ്മുടെ മുഖത്തെ കറുത്ത പാട് മാറ്റാനും മുഖക്കുരുവും വരൾച്ച ഇവ അകറ്റാനും ചർമ്മത്തിന് തിളക്കവും മിനുസവും നൽകാനും എല്ലാം നമ്മളെ സഹായിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ആണ് ഇതിനെല്ലാം സഹായിക്കുന്നത്. അപ്പം ഞാൻ ഇതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു ചെറിയ ജാറിലേക്ക് മാറ്റി. ഇനി ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ അരിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അരിപ്പൊടിയുടെ ഗുണങ്ങൾ അറിയാമല്ലോ. നല്ല നിറം വെക്കാൻ സഹായിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റും, എണ്ണമയം നീക്കം ചെയ്യും. അതുകൂടാതെ നല്ലൊരു സ്ക്രബ്ബർ കൂടിയാണ്. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരല്പം പാലാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ പാല് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ചർമ്മത്തിന് എണ്ണമയം കുറവാണ്, എണ്ണമയമില്ല. അപ്പം എണ്ണമയമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ തൈര് ഉപയോഗിക്കാം, നാരങ്ങാനീര് ഉപയോഗിക്കാം. ഇനി പാൽ അലർജി ഉള്ളവരാണെന്നെങ്കിൽ തേൻ ഉപയോഗിക്കാം. അപ്പം ഞാനതിനെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പ് മുഖം വൃത്തിയായിട്ട് കഴുകി ഒരു 5 മിനിറ്റ് ചെറിയ രീതിയിൽ ആവി പിടിക്കുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ചർമ്മത്തിലെ സുഷിരങ്ങൾ തുറക്കാനും എല്ലാം ഇത് നന്നായിട്ട് സഹായിക്കും. അപ്പം ഞാൻ ഇതിലേക്കൊരു ചെറിയൊരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുകയാണ്. നമ്മുടെ റോസ് വാട്ടർ ഒരു 1/2 സ്പൂണ്, ഒരു 3/4 സ്പൂണോളം മതി, 1/2 സ്പൂണായാലും മതി. ഒരു ഇത്തിരി റോസ് വാട്ടറും കൂടെ ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മുഖത്തൊരു കൂടുതലൊരു സ്നിഗ്ധത വരാനും ഒരു മൃദുലത കൂടാനും എല്ലാം ഈ ഒരു റോസ് വാട്ടർ നമ്മളെ സഹായിക്കും. പിന്നെ ഗ്ലിസറിൻ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒരല്പം ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത്രയും ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്ന ഒരു 2 ദിവസത്തേക്കെങ്കിലും കാണും. പിന്നെ കയ്യിലൊക്കെ കരുവാളിപ്പുള്ളവർക്ക് കയ്യിലിടാം. നമ്മൾ ഏത് ഫേസ് മാസ്ക് ഉപയോഗിച്ചാലും അത് നമ്മുടെ കഴുത്തിനും കൂടി ഉപയോഗിക്കണം. പിന്നെ ഇത് ഒരു ഏത് ഫേസ് മാസ്ക് ആയാലും നമ്മളൊരു 20 മിനിറ്റ് നമ്മൾ വെച്ചിരിക്കണം. 20 മിനിറ്റ് വെച്ചിട്ട് ഫാനിൻ്റെ കീഴിലിരുന്ന് ഉണങ്ങാതെ നമ്മൾ നോർമൽ ആയിട്ടുള്ള അന്തരീക്ഷമില്ലേ അതിൽ ഉണങ്ങുന്നതായിരിക്കും നമ്മുടെ സ്കിന്നിന് ഏറ്റവും ആയിട്ട് പിടിക്കുന്നത്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് നല്ല പച്ച വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക്, കമൻറ്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്.